സ്വർണ്ണ ഇറക്കുമതി നിരുത്സാഹപ്പെടുത്തുന്നതിനും വിദേശ നാണ്യ കരുതൽ ശേഖരത്തിലുള്ള സമ്മർദ്ദം കുറയ്ക്കുന്നതിനുമായി പുതിയ നീക്കവുമായി കേന്ദ്ര സർക്കാർ. നിലവിലുള്ള സ്വർണ്ണ ധനസമ്പാദന പദ്ധതി കൂടുതൽ ആകർഷകമാക്കുന്നതിനുള്ള ഒന്നിലധികം നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സർക്കാർ പരിശോധിച്ചു വരികയാണെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. സ്വർണ്ണ ഇറക്കുമതി നിരുത്സാഹപ്പെടുത്തുന്നതിനും വിദേശ നാണ്യ കരുതൽ ശേഖരത്തിലുള്ള സമ്മർദ്ദം കുറയ്ക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ പുതിയ നീക്കം ആരംഭിച്ചിരിക്കുകയാണ്. നിലവിലുള്ള സ്വർണ്ണ ധനസമ്പാദന പദ്ധതി ആകർഷകമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സർക്കാർ പരിശോധിച്ചു വരികയാണെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. ഇന്ധനം, വിതരണ ശൃംഖലകൾ മുതലായവയിലുണ്ടാകുന്ന എല്ലാ വെല്ലുവിളികളെയും പ്രധാനമന്ത്രിയുടെ മാർഗനിർദ്ദേശപ്രകാരം രാജ്യത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. വിദേശ നാണ്യൊഴുക്ക് നിയന്ത്രിക്കുന്നതിനായി ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യക്കാർ വിട്ടുനിൽക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ധനമന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത്. ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള നീക്കത്തിൽ ആഭരണ വ്യവസായ സ്ഥാപനങ്ങളിലെ തൊഴിലിലും ബിസിനസ് പ്രവർത്തനങ്ങളിലും സാധ്യമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആശങ്കകൾ ഉയരുന്നുണ്ട്. സ്വർണ്ണ വാങ്ങലുകളിൽ ഉണ്ടാകുന്ന ഇടിവ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഏകദേശം 35 ദശലക്ഷം ആളുകളുടെ ഉപജീവന മാർഗത്തിന് ഭീഷണിയാകുമെന്ന് ഓൾ ഇന്ത്യ ജ്വല്ലേഴ്സ് ആൻഡ് ഗോൾഡ് സ്മിത്ത് ഫെഡറേഷൻ വ്യക്തമാക്കിയിരുന്നു. ഡയമണ്ട് ആഭരണ വ്യവസായത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം ഇറക്കുമതി കുറയ്ക്കുന്നതിനുള്ള മധ്യമാർഗമായി സ്വർണ്ണ ധനസമ്പാദന പദ്ധതിയുടെ ശക്തിപ്പെടുത്തൽ വ്യവസായ പങ്കാളികൾ ആവശ്യപ്പെടുന്നുണ്ട്. 2015 ആരംഭിച്ച ഈ പദ്ധതി വീടുകളിലും സ്ഥാപനങ്ങളിലും കൈവശം വെച്ചിരിക്കുന്ന നിഷ്ക്രിയ സ്വർണം സമാഹരിക്കുന്നതിനും ഇറക്കുമതി ചെയ്ത സ്വർണത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമാണ് ലക്ഷ്യമിടുന്നത്. എന്നിരുന്നാലും വലിയ പങ്കാളിത്തം ആകർഷിക്കുന്നതിൽ നിന്ന് പദ്ധതി പരാജയപ്പെട്ടു. ഇന്ത്യൻ കുടുംബങ്ങളുടെ കൈവശമുള്ള 34,000 ടൺ സ്വർണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏകദേശം 39 ടൺ നിക്ഷേപം മാത്രമേ ശേഖരിക്കാനായുള്ളൂ. 2026 സാമ്പത്തിക വർഷത്തിൽ 24% വർധനവാണ് ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതിയിലുണ്ടായത്. ഇത് രാജ്യത്തിന് ഏകദേശം $72 ബില്യൺ വിദേശ നാണ്യ നഷ്ടം വരുത്തിവെച്ചു. ഇത് ഒഴിവാക്കുന്നതിനാണ് പ്രധാനമന്ത്രി സ്വർണം വാങ്ങുന്നത് ഒരു വർഷത്തേക്ക് ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചത്. പിന്നാലെ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.